നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദളിത് യുവാവിനെ ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്ന് പരാതി. തനിക്ക് മർദ്ദനമേറ്റുവെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതെന്ന് പറയുന്നു. ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ചേർപ്പ് ഇൻസ്പെക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി CC മുകുന്ദൻ MLA. നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പരാതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവണിശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദളിത് യുവാവിനെ ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്ന് പരാതി. തനിക്ക് മർദ്ദനമേറ്റുവെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതെന്ന് പറയുന്നു. ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ചുമട്ടുതൊഴിലാളിയെ ഇൻസ്പെക്ടർ മർദ്ദിച്ചതായാണ് പരാതി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി JB സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുത്തുള്ളിയാൽ തോപ്പ് തെക്കേ മഠത്തിൽ 48 വയസ്സുള്ള സുരേഷിനെ പരിക്കുകളോടെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സുരേഷ് പരാതി നൽകിയിട്ടുണ്ട്. സുരേഷും കുടുംബവും കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്തു വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയതിന് മകനെ ശാസിച്ചുകൊണ്ടിരുന്ന സുരേഷിനെ ഏതാനും പേർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് പറയുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ആ സാധനം എൻ്റെ തള്ള മോൻ പിടിച്ച് കീറി. അപ്പം ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, എടാ എന്തിനാ ചെയ്യണേ, കണ്ണിയോണ്ട് ഫ്ലെക്സ് പൊട്ടിച്ചത് കീറി കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവനെ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഒരു ചെക്കൻ അവിടെ നിൽക്കണ്ടായിരുന്നു. അവിടെ ഓടി വന്നില്ല, പിടിച്ച് വന്നോളം ചവിട്ടി കൈത്തരി പിടിച്ചിടിച്ചു. അങ്ങനെ തല്ലിട്ടു, അങ്ങനെ ഇടിച്ചു. അപ്പോൾ അങ്ങനെ ഇടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ അവൻ രാവിലെ ഞാൻ കൈത്തരി പിടിച്ചെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ രാവിലെ ചീത്ത പറഞ്ഞു. സംഭവം ഉണ്ടായി. പരിക്കേറ്റ സുരേഷിനെ സ്ഥലത്തുണ്ടായിരുന്ന വാടകം നസീജ മുത്തലിഫ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലാക്കി. സുരേഷ് ചേർപ്പ് പോലീസിൽ പരാതിയും നൽകി. പോലീസ് അറിയിച്ചതനുസരിച്ച് ബുധനാഴ്ച രാവിലെ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറുടെ മുറിയിലെത്തിയ സുരേഷിനെ അകാരണമായി തലയിലും മുഖത്തും അടിച്ചുവെന്നും തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറേ നേരം സ്റ്റേഷനകത്തെ ബെഞ്ചിൽ ഇരുത്തിയെന്നുമാണ് പരാതി. പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ചെന്ന് അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി. അപ്പോൾ ഇന്നലെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ഇന്ന് കാലത്ത് 10 മണിക്ക് വരാൻ പറഞ്ഞത്. കാലത്ത് 10 മണിക്ക് വന്ന് ഞങ്ങളോട് വന്ന് വിളിപ്പിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് ഉള്ളിൽ കയറ്റി എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ആൾ സമ്മതിക്കണില്ല. ഞാനെന്തെങ്കിലും പറയുമ്പോഴേക്കും ആൾ വേണ്ടി ചൂടാവുകയും ചീച്ചു പറയുന്നത് എന്നോട്, നീ എന്തിനാ ക്രാവിൻ്റെ പൊള്ളച്ചെങ്കിൽ പിടിച്ചത്, ക്രാങ്ങളിൽ ചെയ്യാൻ പാടാതെ, പിന്നെ ഞാൻ ജയിലിടും, എനിക്ക് പുറലോകം കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ തലയുടെ ബാക്കിൽ നീന്തൽ അടിച്ചു. ഞാൻ എന്താ ഇങ്ങനെ ഇവരെന്തോ പറഞ്ഞു, ഒത്തുതീർപ്പിൻ്റെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്നെ തല്ലിയ ചെക്കനെ ഇന്നാണ് കണ്ടത്. അന്ന് അവനെ പിടിച്ച് തല്ലിയിട്ട് പിന്നെ ഇന്ന് ഈ ചെക്കനെ ഞാൻ കണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ മർദ്ദിച്ച ആളുടെ മുൻപിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നു. ശേഷം നാട്ടുകാരും പഞ്ചായത്ത് അംഗവും ചേർന്ന് സുരേഷിനെ ആശുപത്രിയിലാക്കി. സംഭവത്തിൽ CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ, MH സഗീർ, നസീജ മുത്തലിഫ്, TK ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് ഇൻസ്പെക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി CC മുകുന്ദൻ MLA. നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പരാതി. നിയമിതനായി മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇൻസ്പെക്ടർ ഉണ്ടാക്കിയത്. പരാതിക്കാരായി സ്റ്റേഷനിലെത്തുന്നവരോട് മര്യാദയില്ലാതെ പെരുമാറുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഗുരുതരമായ സംഭവങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്നാണ് MLAയുടെ പ്രധാന പരാതി. സിവിൽ പോലീസ് ഓഫീസർമാരെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളും ലഭിച്ചതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളും MLA പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ചേർപ്പ് പോലീസ്
ഇൻസ്പെക്ടർ രമേശ് സിയുടെ കൃത്യനിർവഹണത്തിലെ വീഴ്ചയും ജനങ്ങളോടുള്ള മോശമായ സമീപനങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് നാട്ടിക MLA CC മുകുന്ദൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ജനങ്ങൾക്ക് പൊതുശല്യമായ സർക്കിൾ ഇൻസ്പെക്ടർ സി രമേശിനെ അടിയന്തരമായി ചെർപ്പ് സ്റ്റേഷനിൽ നിന്നും മാറ്റണമെന്നും അന്വേഷണം നടത്തി വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവണിശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ വളരെ ഭംഗിയായി കൃത്യതയോടുകൂടി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കാൻ നമ്മൾ നേതൃത്വമേൽപ്പിച്ച ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. 2 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയൊരു കുട്ടി എന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഇവിടെ കുറവൊന്നും കണ്ടിട്ടില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. നേതൃപരമായ പങ്ക് കൃത്യമായിട്ടുണ്ട്. ഓരോ വിഷയത്തിലും കൃത്യതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എല്ലാം നടപ്പിലാക്കാൻ ആവണിശ്ശേരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിയോജകമണ്ഡലം ചെയർമാന്റെ വലിയ ശ്രദ്ധ അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് വ്യാപാരികൾ വ്യവസായികൾ എന്നുള്ളൊരു ബാനറിൽ സംഘടനാപരമായി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ മുന്നേ അറിഞ്ഞു 50 കോടി രൂപയാണ് നമ്മൾ 2 കൊല്ലം കൊണ്ട് നമ്മുടെ വ്യാപാരികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഭദ്രം എന്നുള്ള ഒരു പദ്ധതിയും ഭദ്രം പ്ലസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് സൊസൈറ്റി, അങ്ങനെ പല പരിപാടികളും നമ്മൾക്ക് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് പ്രദീപ് അനുശോചനം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കൺവീനർ ശേഖരൻ, യൂണിറ്റ് പ്രസിഡന്റ് PG വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി C രാജൻ, സെക്രട്ടറി സുരേഷ്, ട്രഷറർ ജോസ്, ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ ആഡോൺ ടോജോയെ ആദരിച്ചു. ഊരകം ALP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം അധ്യക്ഷത വഹിച്ചു. ബാലജന സഖ്യം ജില്ലാ ട്രഷററും ജൂനിയർ പ്രസംഗം സംസ്ഥാന ജേതാവുമായ ജോസഫ് ആന്റണി മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ജിനി, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലഹരിയുടെ താണ്ഡവ രൂപം എൻ്റെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി മാറും? എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എൻ്റെ മോന് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അവൻ ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചിട്ടൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ വളർത്തുന്നതിന് പകരം ശാസിക്കുകയും തല്ലുകയും പേടിപ്പിക്കുകയും പഠിക്കാനുള്ള ഔട്ട്പുട്ട് വളം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ ഡോക്ടർ ആവില്ലേ? അപ്പൊ അവൻ വളരണമെങ്കിൽ ആര്? അച്ഛൻ എന്ത്, അമ്മ എന്ത് ചെയ്യണം? കടയ്ക്ക് വളം ചെയ്തു കൊടുക്കണം.
ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി KPCC വിചാർ വിഭാഗ്. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദന്തരോഗ വിഭാഗത്തിലെ ഡോക്ടർ മറിയാമ്മ നീലങ്കാവിലിനെ വസതിയിലെത്തി അനുമോദിച്ചു. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കൺവീനർ വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ദിനത്തിൻ്റെ നേരുകയാണ്. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഇന്നിവിടെ ഈ ആദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആതുര ശുശ്രൂഷ സേവന രംഗത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡോക്ടറായി മാറാൻ ഹൃദയപൂർവ്വം എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഓരോ ഡോക്ടേഴ്സ് ദിനവും നമുക്ക് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ അതുമായി ആവശ്യപ്പെട്ട് വരുന്നവരിലേക്ക് സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഡോക്ടർമാരെ പ്രാപ്തരാക്കുകയും അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നൊരു ദിനം കൂടിയാണ് ഡോക്ടേഴ്സ് ദിനം. നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ചപ്പോഴും ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലും സാധാരണക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒട്ടേറെ ഡോക്ടർമാരും ആരോഗ്യരംഗത്തുള്ളവരുമാണ് അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർമാരാണ്. അപ്പോൾ നമുക്കറിയാം, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണെങ്കിൽ പോലും ഇടപെടുന്ന കാര്യങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാതെ ചില സമയത്ത് നമുക്ക് ചില വീടുകളിലേക്ക് എത്തുമ്പോൾ ഒരു ഭീതി ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ. അപ്പോൾ ആ രീതിയിൽ നിന്നൊക്കെ നമ്മളെ ഏറ്റവും നന്നായിട്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാക്കിയത് ഡോക്ടേഴ്സാണ്. അപ്പോൾ ആ ഡോക്ടർമാരുടെ ഒരു സുദിനം കൂടിയിട്ടാണ് ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര, രേണുക റിജു, സലീഷ് കരിപ്പാറ എന്നിവർ സംസാരിച്ചു. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണമെന്നാവശ്യം. ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി കൺവെൻഷനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കൺവെൻഷൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി C. അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ അന്താറത്തറ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, സലീം പുറക്കളത്തൂർ, TA ഫഹദ്, EK മുഹമ്മദ് ഹാജി, വാടങ്കം KS അനിൽകുമാർ, PB മുഹമ്മദ് ഹാജി, റഷീദ് പുറക്കുളം, PB ബദറുദ്ദീൻ, VM സൈഫുദ്ദീൻ, ഹുസൈൻ പടിയത്ത, KMCC നേതാക്കളായ ഹുസൈൻ തളിക്കുളം, നിയാസ് പുറക്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ദുഃഖറാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോർജ് തേർമഠം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് വചന സന്ദേശം നൽകി. ഫാദർ റിദിൻ ചിറ്റിലപ്പിള്ളി സഹകാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, കൈക്കാരന്മാരായ ഷോയ് മാളിയക്കൽ, സണ്ണി മാളിയക്കൽ, ഷാജി തട്ടിൽ, സന്തോഷ് ആട്ടോക്കാരൻ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,105 രൂപ, പവന് 72,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദളിത് യുവാവിനെ ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്ന് പരാതി. തനിക്ക് മർദ്ദനമേറ്റുവെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതെന്ന് പറയുന്നു. ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ചേർപ്പ് ഇൻസ്പെക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി CC മുകുന്ദൻ MLA. നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പരാതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവണിശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.